ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523 6532 ബിസ്മില്ലാഹിർ റഹ്മാനിർ وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. പരമകാരുണികന്റെ പക്കൽ നിന്ന് ഏതൊരു പുതിയ ഉത്ബോധനം വന്നെത്തുമ്പോഴും അവർ അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരാകാതിരുന്നിട്ടില്ല. فقد كذبوا فسيأتي. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ടും പരലോകത്ത് സ്വർഗാവകാശം ഉറപ്പുവരുത്തുന്ന മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി കഴിയണമെന്ന് ആദ്യമായി എല്ലാവരെയും ഞാൻ ഉണർത്തട്ടെ. ആഗോള സാമ്പത്തിക മാന്ദ്യവും അതുമൂലം മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളും അവയുടെ പരിഹാരങ്ങളുമൊക്കെ ലോകത്തെമ്പാടും പേജുകളിലും വേദികളിലും സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസരമാണല്ലോ ഇത്. സമ്പന്നതയുടെ കൊടുമുടികളിൽ യഥേഷ്ടം സ്വൈരവിഹാരം നടത്തിയിരുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളും കിഴക്കൻ രാഷ്ട്രങ്ങളും ഗുരുതരമായ ഈ പ്രശ്നത്തെ അതീവ ആശങ്കയോടെയും ഭയപ്പാടോടെയും തന്നെയാണ് നോക്കിക്കാണുന്നത്. ലോകത്തെമ്പാടുമുള്ള പത്രങ്ങളും മീഡിയകളുമൊക്കെ അവയുടെ നടത്തിപ്പ് അധികാരികളുടെ വീക്ഷണകോണികളിലൂടെ ഈ പ്രശ്നത്തെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം വളരെ തീർച്ചയാണ്.
ലോക സമ്പൽഘടനയെ പാടെ അട്ടിമറിച്ച് കളയുന്ന ഗുരുതരമായ ഈ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് നമുക്കാർക്കും സമാധാനിക്കാൻ സാധ്യമല്ല. മറിച്ച് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളെയും ഇത് ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദിവസേന എന്നോണം 10,000-കണക്കിന് ആളുകളാണ് തൊഴിലുകൾ നഷ്ടപ്പെട്ട് വെറും കൈയോടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. നമ്മയൊക്കെ പേടിപ്പെടുത്തുന്ന വാർത്തയാണല്ലോ മാധ്യമങ്ങളിലൂടെ എന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തെ ശമ്പളം കൊടുത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ നാളെ മുതൽ നീ ജോലിക്ക് ഹാജരാവേണ്ടതില്ല. കമ്പനി അധികൃതർ അതാണ് തൊഴിലാളികളോട് പറയുന്നത്. ഈ പ്രത്യാഘാതത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരും പ്രത്യേകിച്ച് കേരളീയരായ നമ്മളുമാണ്. ഉള്ളതെല്ലാം പെറുക്കി വിറ്റും പണയപ്പെടുത്തിയും ഒരു വിസ സമ്പാദിച്ച് ഈ സ്വപ്നഭൂമിയിലെത്തി ജോലി നഷ്ടപ്പെട്ട് വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എൻ്റെയും നിങ്ങളുടെയും മനസ്സുകൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അത്യന്തം ഗുരുതരമായ ഈ പശ്ചാത്തലത്തിൽ പ്രവാസി മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും പകർത്താനുമുണ്ട്. ഒന്നാമതായി, ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ആത്യന്തികമായ അവകാശവും അധികാരവും സൃഷ്ടാവായ അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതിൻ്റെയും അധികാരവും അവകാശവും ഉടമസ്ഥാവകാശവും അള്ളാഹുവിന് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ അവന്റെ അടുക്കൽ ഒന്ന് ശുപാർശ പറയാനുള്ള അധികാരം പോലും ആർക്കാണുള്ളത്? ഈ സമ്പത്ത്, ഈ ധനം താൽക്കാലികമായി വിനിമയം നടത്താനുള്ള താൽക്കാലികമായ അവകാശം അവൻ ഇച്ഛിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകി എന്ന് മാത്രം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഈ മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ലേ? അവർ കാണുന്നില്ലേ? അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, സമ്പത്ത് വിശാലമാക്കി കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ റിസ്ക് അവൻ കുടുസാക്കും, വളരെ പ്രയാസകരമാക്കി തീർക്കും. അവൻ്റെ ജീവിതം, സമ്പത്ത് വളരെ ഇടുങ്ങിയതാക്കി മാറ്റും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ.
തീർച്ചയായും ഈ കാര്യത്തിലൊക്കെ തന്നെ പടച്ച തമ്പുരാനിൽ വിശ്വാസമർപ്പിക്കുന്ന സത്യവിശ്വാസികൾക്ക് ശരിയായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുർആൻ എന്നോടും നിങ്ങളോടും ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. തീർച്ചയായും അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിന്റെ വൃത്തം വളരെ ചുരുക്കിക്കളയുകയും ചെയ്യും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. തീർച്ചയായും തന്റെ അടിമകളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനും അല്ലാഹു ആണ്. ആർക്കൊക്കെ സമ്പത്ത് നൽകണം, ആർക്കൊക്കെ റിസ്ഖ് വിശാലമാക്കി കൊടുക്കണമെന്ന് അറിയുന്നവൻ അല്ലാഹു ആണ്. ആർക്കൊക്കെ അത് കുടുസാക്കണം, ഇടുക്കമാക്കി കളയണമെന്ന് അറിയുന്നവനും അല്ലാഹു ആണ്. എന്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിനോ താല്പര്യത്തിനോ ഇച്ഛക്കോ പൂതിക്കോ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ യാതൊരു സ്വാധീനവുമില്ല. ഉണ്ടായിരുന്നു എങ്കിൽ ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ പ്രവാസ ജീവിതം നയിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ശിർക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ ഇതേ കാര്യം തന്നെ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. ശിർക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും പടച്ച തമ്പുരാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, മാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖൻ ഫബ്തഗൂ ഇൻദല്ലാഹി അർ-റിസ്ഖ്. മനുഷ്യന്മാരെ, നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് യഥേഷ്ടം റിസ്ഖ് നൽകി നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെയും വിട്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന 100 കൂട്ടം ദൈവങ്ങളില്ലേ? ഈ ദൈവങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി റിസ്ഖ് ഉടമപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ ഇവർക്കാർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഫബ്തഗൂ ഇൻദല്ലാഹി അർ-റിസ്ഖ, നിങ്ങൾ ഉപജീവനം ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ഈ ആശയം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒരുപാട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നാം മനസ്സിലാക്കുക, സമ്പത്തും ധനവും ഉപജീവനവും ഒക്കെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യം മാത്രമാണ്. നമ്മുടെ സാമർഥ്യം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല അത്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല അത്. റബ്ബ് നൽകിയെങ്കിൽ മാത്രം അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ദരിദ്രന്മാരായ ഒരു പറ്റം സഹാബത്ത് ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു സങ്കടം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ذهب إخواننا أهل الدثور بالأجور والنعيم المقيم. റസൂലേ, ഞങ്ങൾക്ക് വലിയൊരു സങ്കടം പറയാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ സമ്പന്നരായ സഹോദരന്മാർ പ്രതിഫലവും ശാശ്വതമായ സ്വർഗവും നേടിക്കഴിഞ്ഞു, ഞങ്ങൾക്കത് കിട്ടാൻ സാധ്യതയില്ല. മഹാനായ റസൂലുള്ള ചോദിച്ചു, എന്താ നിങ്ങളത് പറയാൻ കാരണം? ആ സമയത്ത് അവിടെ സങ്കടം അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന വലാ നതസദ്ദഖൂ. ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ ഈ ധനാഢ്യരായ ഞങ്ങളുടെ സഹോദരന്മാർ നമസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവർ നോമ്പനുഷ്ഠിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? വയതസദ്ദഖൂന വലാ നതസദ്ദഖൂ. അള്ളാഹു അവർക്ക് നൽകിയ അധികരിച്ച സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്തുകൊണ്ട് അവർ കൂടുതൽ പ്രതിഫലം നേടുന്നു. ഞങ്ങൾക്കതിന് കഴിയുന്നില്ല റസൂലേ. ഈ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ള ഈ സാധുക്കളായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യം,
സുഹൃത്തെ, പലപ്പോഴും നമ്മളൊക്കെ വിസ്മരിച്ചു പോകാറുണ്ട്. സാന്ദർഭിക ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരിക്കലും ഈ കാര്യം നാം വിസ്മരിച്ചു പോകാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണെന്നറിയാമോ? റസൂലുള്ള പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന എല്ലാവരെയും കവച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തന്നെയുമല്ല, നിങ്ങളെ കവച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? തുസബ്ബിഹൂനല്ലാഹ ദുബ്ര കുല്ലി സലാത്തിൻ മഫ്റൂള സലാസം വസലാസീൻ വതുഹമ്മിദൂനല്ലാഹ സലാസം വസലാസീൻ വതുകബ്ബിറൂനല്ലാഹ സലാസം വസലാസീൻ. എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയണം, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. അത് 99 എന്നിട്ട് 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ഒരു ദിക്റോട് കൂടി നിങ്ങൾ 100 പൂർത്തിയാക്കണം. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പോരായ്മക്ക് പരിഹാരമാകും. വലിയ സന്തോഷമായി സാധുക്കളായ സഹാബത്തിന് കിട്ടിയ നിധി എന്ന നിലക്ക് തന്നെ അവർ തിരിച്ചുപോയി. നമസ്കാരത്തിന് ശേഷം സ്വകാര്യമായി ഈ കാര്യം അവർ നിർവഹിക്കാൻ തുടങ്ങി. സമ്പന്നരായ സഹാബത്തുണ്ടോ നോക്കി നിൽക്കുന്നു. അവരും ഈ കാര്യം മനസ്സിലാക്കി നമസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സാധുക്കൾക്ക് വീണ്ടും ബേജാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും സമീപിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് അവർ സങ്കടം പറഞ്ഞു, റസൂലേ, ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ സഹോദരന്മാരും കണ്ട് അവരും അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി എന്താണ് പരിഹാരം? ആ സമയത്ത് മഹാനായ റസൂലുള്ള പറഞ്ഞൊരു കാര്യം സമ്പത്തിനെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടതാണ്. ദാലിക ഫദ്ലുല്ലാഹി യൂതീഹി മൻ യശാ. അതിൽ നിങ്ങൾ വെറുപ്പും വിഷമവും കരുതിയിട്ട് കാര്യമില്ല. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന അവന്റെ ഔദാര്യം. പടച്ചതമ്പുരാൻ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഔദാര്യമാണ് സമ്പത്ത്. അതിൽ നിങ്ങൾ ഒന്നും തന്നെ കരുതിയിട്ട് കാര്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നാം മനസ്സിലാക്ക്, സമ്പത്ത് നൽകുന്നതും നൽകാതിരിക്കുന്നവനും അല്ലാഹുവാണ്. നമ്മുടെ ഒന്നും ഇഷ്ടത്തിനും താല്പര്യത്തിനും അതിൽ യാതൊരു സ്വാധീനവുമില്ല എന്ന ബോധമാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. ഇത് രണ്ടും പരീക്ഷണമായി സത്യവിശ്വാസി കാണണം. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ പരീക്ഷിച്ചറിയാനുള്ള 2 അവസ്ഥകളാണ് യഥാർത്ഥത്തിൽ സമ്പന്നതയും ദാരിദ്ര്യവും. ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള വിശ്വാസത്തോടെ ആയിരിക്കണം സമ്പന്നതയുടെ അവസ്ഥയെയും മാന്യതയുടെ അവസ്ഥയെയും ഒരു സത്യവിശ്വാസി സമീപിക്കേണ്ടത്. മനുഷ്യന്മാരുടെ ദുഷ്ട സ്വഭാവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. സാധാരണ നിങ്ങൾക്കൊക്കെ കാണാതെ അറിയാവുന്ന ഒരായത്ത്, വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്റെ സ്വഭാവമാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും സ്വഭാവമാണ്. എന്താ ഖുർആൻ പറയുന്നത്? പരീക്ഷണാർത്ഥം അല്ലാഹു തആല ഒരു മനുഷ്യന് സമ്പത്ത് നൽകി, അവൻ ആദരിച്ചു, അവന് സൗഖ്യം നൽകി, ജീവിതത്തിൽ സൗകര്യങ്ങൾ നൽകി. ആ മനുഷ്യൻ അധിക അഹംഭാവത്തോടു കൂടി പറയും, റബ്ബി അക്രമൻ, എന്റെ റബ്ബ് പോലും എന്നെ ആദരിച്ചിരിക്കുന്നു, എനിക്ക് ആരെയും സേവിക്കേണ്ടതില്ല, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ കൈവന്നിരിക്കുന്നു. അഹംഭാവം മനുഷ്യ മനസ്സിനെ മതിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. സമ്പത്തിന്റെയും സമ്പന്നതയുടെയും ഒക്കെ ഏറ്റവും വലിയ ദുഷിച്ച ഭാഗമാകുന്നു അത്. അല്ലാഹു തആല പരീക്ഷണാർത്ഥം ഒരു മനുഷ്യന് സമ്പത്ത് നൽകാൻ അനുഗ്രഹിച്ചാൽ, റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു, എനിക്ക് ആരെയും കൂസേണ്ടതില്ല എന്നൊരു ചിന്താഗതി മനുഷ്യനെ പിടികൂടും. അതേ സന്ദർഭത്തിൽ ഇതിന്റെ മറുവർഷം, വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ.
ഒരു മനുഷ്യന് പരീക്ഷണാർത്ഥം അല്ലാഹു തആല ജീവിതത്തിൽ ഇടുക്കം നൽകാൻ, പ്രയാസങ്ങൾ നൽകാൻ, പരീക്ഷണങ്ങൾ നൽകുകയാണ്, പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. ആ സന്ദർഭത്തിൽ മനുഷ്യൻ നിരാശയോടുകൂടി പറയും, റബ്ബി അഹാനൻ, എന്റെ റബ്ബ് പോലും എന്നെ നിന്ദിച്ചിരിക്കാൻ, കൈവെടിഞ്ഞിരിക്കാൻ, നിരാശാബോധം. ഈ നിലക്കുള്ള രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യർക്കുണ്ട് എന്ന് ഖുർആനാ പറയുന്നത്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെ രണ്ട് വൈകല്യങ്ങളുണ്ട്. സമ്പത്തും സമ്പന്നതയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അഹങ്കരിക്കുന്ന ഒരു സ്വഭാവം, അതേ സമയത്ത് അതില്ലാതെ മനുഷ്യൻ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് എന്നെ എല്ലാവരും കൈവടിഞ്ഞു, റബ്ബ് പോലും എന്നെ കൈവടിഞ്ഞു, നിന്ദിച്ചു എന്ന് പറയുന്ന ഒരു നിരാശാബോധം. ഇത് രണ്ടും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്യമാകേണ്ട സ്വഭാവമാണ്. തികച്ചും അന്യമാകേണ്ട സ്വഭാവമാണ്. മനുഷ്യന്റെ വേറെ ചില സ്വഭാവങ്ങളും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെ പടച്ച തമ്പുരാൻ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന കാര്യം, നന്ദികേട് കാണിക്കുന്ന കാര്യം, അള്ളാഹുവിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കാര്യം എത്ര ഗുരുതരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പടച്ച തമ്പുരാൻ സൃഷ്ടാവായ റബ്ബ് മനുഷ്യന് സമ്പത്ത് കൈവരുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യ സ്വഭാവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചതാണ്. അങ്ങനെ വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബ്ലു. ഖുർആൻ പറയുന്നു, നമ്മുടെ സ്വഭാവമല്ലേ, വളരെയധികം സൂക്ഷിക്കണം സഹോദരാ സഹോദരി. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കരുതേണ്ട ഒരു വശമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താ ഖുർആൻ പറയുന്നത് അറിയാമോ? വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന്റെ സാമ്പത്തികമായ സുസ്ഥിതിയൊക്കെ അന്ന് നീങ്ങി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യന് ഒരു ദുർറ് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, കഷ്ടപ്പാട് ബാധിച്ചാൽ, ദആ റബ്ബഹു മുനീബൻ ഇലൈഹി, തന്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. എങ്ങനെ? മുനീബൻ ഇലൈഹി, അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കും. അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കും എന്ന് പറയുന്നു. സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, പിന്നീട് അള്ളാഹു അവന്റെ അടുക്കൽ നിന്നുള്ള നിയമത്ത് അവന് നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബ്ലു, ഏതൊരു കാര്യം ദൂരീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി തന്റെ രക്ഷിതാവിനോട് അവൻ പ്രാർത്ഥിച്ചിരുന്നോ ആ കാര്യം പോലും മനുഷ്യനങ്ങ് വിസ്മരിച്ചു കളയും. വളരെ സത്യല്ല പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവുമ്പോൾ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മുറിഞ്ഞിറങ്ങി പ്രാർത്ഥിക്കുന്ന സ്വഭാവം, വളരെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം എനിക്കുണ്ടാവാറുണ്ട്, നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട്. അതേ സമയത്ത് ജീവിതത്തിലെ ദുരിതമെല്ലാം അങ്ങ് നീങ്ങി ജീവിതം കുറച്ചൊക്കെ അങ്ങ് പച്ചപിടിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ പാടെ വിസ്മരിച്ചു പോവുകയാണ്, കാര്യങ്ങളെല്ലാം വിസ്മരിച്ചു പോവുകയാണ്. ഏത് കാര്യത്തിന് വേണ്ടി നേരത്തെ അവൻ പ്രാർത്ഥിച്ചിരുന്നോ ആ കാര്യം പോലും മനുഷ്യൻ മറന്നു പോകുന്ന ഒരവസ്ഥ. ഈ നിലക്കുള്ള നന്ദി കെട്ടൊരു സ്വഭാവം മനുഷ്യനുണ്ട് എന്ന് അല്ലാഹു തആല മനുഷ്യനെ വിലയിരുത്തി പറയുന്നു. വേറെയും ആയത്തുണ്ട്, വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആനാ സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ബൽ ഹിയ ഫിത്നത്തുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വളരെ ചിന്തിക്കണം സഹോദരന്മാരെ. എന്താ ഖുർആൻ പറയുന്നത്? വൈദാ മസ്സൽ ഇൻസാന ദുർ, മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദുർറ് ബാധിച്ചാൽ, എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി ബാധിച്ചാൽ, എപ്പോഴെങ്കിലും ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, ആ മനുഷ്യൻ നമ്മോട് വളരെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കും. വളരെ വിനയത്തോടു കൂടി നമ്മളോട് പ്രാർത്ഥിക്കും. അതേ സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു നിഅമത്ത് നാം അവന് നൽകിക്കഴിഞ്ഞാൽ, അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ സ്വഭാവം എന്താ എന്നറിയാമോ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം, എനിക്ക് ആ നിഅമത്ത് കിട്ടിയിരിക്കുന്നത് എന്റെ അറിവോട് കൂടി തന്നെയാണ്. മനുഷ്യന്റെ ധിക്കാരം എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. മനുഷ്യന്റെ സ്വഭാവം എവിടെ എത്തിയെന്ന് നാം ആലോചിക്കണം. എന്തെങ്കിലും ഒരു നിയമത്ത് അവന് കൈവന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം അവൻ പ്രഖ്യാപിക്കുകയാണ്, ഇന്നമാ ഊതീതു അലാ ഇൽം, അതെന്റെ അറിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. അതിൽ ആരുടെയും ഓശാരമില്ല. മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുപോവുക. ഇങ്ങനൊരു സ്വഭാവം മനുഷ്യനുണ്ടെന്നാ ഖുർആൻ പറയുന്നത്. ഇതാരുടെ സ്വഭാവം എന്നറിയാമോ?
ചരിത്രം കണ്ട ഏറ്റവും വലിയ മുതലാളിയായ കാറൂനിന്റെ സ്വഭാവമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചരിത്രം കണ്ട ഏറ്റവും വലിയ മുതലാളിയായ കാറൂനെ പരിചയപ്പെടുത്തിയല്ല വിശുദ്ധ ഖുർആൻ. ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു കാറൂൻ, വലിയൊരു മുതലാളിയായിരുന്നു. ഫബഗാ അലൈഹിം, ആ ജനതയുടെ മേലെ വല്ലാതെ അക്രമം കാണിച്ചു. എന്നിട്ട് പടച്ചോൻ എന്ത് ചെയ്തു എന്നറിയാമോ? വആതൈനാഹു മിനൽ കുനൂദി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വാ. കാറൂനിന് നാം നിധികൾ നൽകി എന്നാ ഖുർആൻ പറയുന്നത്. നാം നിധികൾ നൽകി. ആ നിധികളുടെ പെരുപ്പം എത്രത്തോളം ഉണ്ടായെന്നറിയാമോ? മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വാ. ശക്തിയായ, വളരെ ശക്തമായ ഒരു വലിയ ഒട്ടക സംഘത്തിന് പോലും കാറൂനിന്റെ ഖജനാവുകൾ, താക്കോലുകൾ വഹിക്കാൻ പ്രയാസകരമായിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കാറൂൻ എന്ന് പറയുന്ന മുതലാളിയുടെ അവസ്ഥ എവിടെയായിരുന്നു? ഒരു വലിയ സംഘം ഒട്ടകത്തിന് പോലും അവന്റെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിച്ചു കൊണ്ടുപോകാൻ പ്രയാസകരമായിരുന്നു. അതിന് മാത്രമുള്ള നിധികളും നിക്ഷേപങ്ങളും നൽകി അല്ലാഹു തആല അവരെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് കാറൂൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിൻ ഇൻദി. എനിക്കത് വെറുതെ കിട്ടിയതല്ല, അതെന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാണ്, എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, എന്റെ അറിവോട് കൂടി കിട്ടിയതാണ്. എന്റെ കഴിവും എന്റെ സാമർത്ഥ്യവും വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെ കിട്ടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇങ്ങനെ കാറൂൻ അങ്ങ് അഹങ്കരിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറുഹു വമാ കാന മിനൽ മുൻതസിരീൻ. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, കാറൂനിനെയും ആ കാറൂനിന്റെ സമ്പത്തും അവന്റെ ഖജനാവും അടക്കമുള്ള അവന്റെ വീടും ഭൂമിയിലേക്ക് നാം അങ്ങ് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറുഹു, കാറൂനിനെ സഹായിക്കാനുള്ള സംഘം അവനുണ്ടായിരുന്നില്ല. അതുവരെ ഒരുപാട് സംഘബലമുള്ളവനാണ് എന്ന് അഹങ്കാരം നടിച്ച കാറൂൻ തന്റെ പണം കൊണ്ട് തന്റെ വരുതിയിൽ നിർത്തിയ തന്റെ സൈന്യം, ഈ സൈന്യങ്ങളാരും തന്നെ കാറൂനിനെ സഹായിക്കാൻ എത്തിയില്ല എന്ന് ഖുർആൻ പറയുന്നു. അതേ സന്ദർഭത്തിൽ വമാ കാന മിനൽ മുൻതസിരീൻ, തന്റെ സമ്പത്ത് കൊണ്ട് ഒരു രക്ഷാമാർഗം സ്വയം തേടാൻ അവന് സാധിക്കുകയും ചെയ്തിരുന്നില്ല എന്നാ ഖുർആൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, കാറൂനിന്റെ സ്വഭാവമാണത്. സമ്പത്ത് കൈവരുന്ന സമയത്ത് ഇന്നമാ ഊതീതു അലാ ഇൽം, അതെന്റെ അറിവോട് കൂടി എന്റെ സാമർത്ഥ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എനിക്കിതിൽ ആരോടും വിധേയത്വമില്ല, കടപ്പാടില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ ആലോചിക്കണം. ജീവിതത്തിൽ പച്ച കാണുന്ന സന്ദർഭത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യന്മാർ ആലോചിക്കുക. കാറൂനിന്റെ സ്വഭാവമാണ്, കാറൂനിന്റെ അധപ്പതനമായിരിക്കും അവന് വരാനിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെയും ഖുർആൻ ഈ കാര്യ സ്വഭാവം പറഞ്ഞു. വൈദാ മസ്സൽ ഇൻസാനൽ ദുർറു ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദഉനാ ഇലാ ദുർരിൻ മസ്സഹു. ഖുർആൻ പറയുന്നു, ഇതേ സ്വഭാവം തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ, കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നമ്മളോട് പ്രാർത്ഥിക്കും. ശരിയല്ലേ സുഹൃത്തേ? ശരിയല്ലേ? ഇപ്പോഴിതാ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു, ലോകത്ത് ഇതാ സമ്പൽഘടന തകരാൻ പോകുന്നു, ഗൾഫുകാരുടെ ജോലി പലതും നഷ്ടപ്പെടാൻ പോകുന്നു, ശമ്പളം വെട്ടിക്കുറക്കാൻ പോകുന്നു, നാട്ടിലേക്ക് വെറും കൈയോടെ തിരിച്ചു പോകാൻ ഉള്ള സന്ദർഭമായി എന്ന് വരുന്ന ഈ അവസരത്തിൽ പലരുടെയും മനസ്സ് അങ്ങനെയാ പറയുന്നത്. പലരുടെയും മനസ്സ് അങ്ങനെയാ. ദഅനാലി ജംബിഹി, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പ്രാർത്ഥിക്കും എന്ന് ഖുർആൻ പറയുന്നു. വളരെ സ്വഭാവ, മനുഷ്യന്റെ സ്വഭാവത. എന്നിട്ടോ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദൂനാ ഇലാ ദുർരിൻ മസ്സഹു, അവന്റെ ദുരിതം അവന് നമ്മൾ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ മർറ കഅല്ലം യദൂനാ ഇലാ ദുർരിൻ മസ്സഹു, അവനെ നേരത്തെ ബാധിച്ചൊരു ദുർറ് നീക്കി കിട്ടാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാത്തവനെ പോലെ അവൻ അഹങ്കാരിയായി നടന്നു കളയും. നമ്മളെ സ്വഭാവത, നമ്മളെയൊക്കെ സ്വഭാവതാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന, പള്ളിയിൽ നിന്നിട്ട് 24 മണിക്കൂറും തലമേപ്പെട്ട് നോക്കി കുലുക്കി രണ്ട് കൈകളും മേലോട്ട് ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പടച്ചവനെ ഈ ദുരിതമൊന്ന് നീക്കിക്കിട്ടണമേ, പടച്ചവനെ ഈ പ്രയാസമൊന്ന് നീക്കിക്കിട്ടണമേ. അതേ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രയാസം അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ സ്വഭാവം അങ്ങ് മാറുകയാണെന്നാണ് ഖുർആൻ പറയുന്നത്.
എന്നാണ്. അവനെ ബാധിച്ച ഒരു ദുരിതം നീക്കി കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാത്തവനെ പോലെ അവൻ നടന്നു കളയും, അഹംഭാവിയായി എന്ന് ഖുർആൻ പറയും. കദാലിക ദുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. ഇസ്റാഫ് കാണിക്കുന്ന ആളുകൾ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാർ, അതിരുവിട്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യന്മാരിലെ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അവരുടെ ചെയ്തികൾ അങ്ങനെയാണ് ഭംഗിയായി കാണിച്ചു കൊടുക്കപ്പെടുന്നത് എന്നാ ഖുർആൻ പറയുന്നത്. അപ്പോൾ സുഹൃത്തെ, സഹോദര സഹോദരി, നമ്മൾ കരുതേണ്ട ഒരു ഘട്ടത്തിലാണ്. ഇത്തരം ഒരു സ്വഭാവം നമ്മിലുണ്ടോ എന്ന് ഓരോരുത്തരും അവനവനെ സംബന്ധിച്ച് തന്നെ വിലയിരുത്തേണ്ടതാണ്, തിരുത്തേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ആദ്യം എനിക്ക് ഉപദേശിക്കാനുള്ളൂ. അല്ലാതിരുന്നാൽ ഈ പ്രയാസവും ദുരിതവും നീങ്ങിക്കിട്ടാൻ നമ്മൾ വളരെ പാടുപെടേണ്ടി വരും, ഒരു സംശയവുമില്ല. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. യഥാർത്ഥത്തിൽ ഇത് സൃഷ്ടാവിനോട് മാത്രമല്ല മനുഷ്യന്റെ ഈ സ്വഭാവം, സൃഷ്ടികളോടും ഈ സ്വഭാവമുണ്ട്. പണം കൈവരുമ്പോൾ, സമ്പന്നത കൈവരുമ്പോൾ സൃഷ്ടികളിൽ പലരെയും മറക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? സ്വന്തം ഉമ്മയെയും ബാപ്പയെയും വിസ്മരിച്ചു കളയുന്ന ആളുകളില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഉമ്മക്കും ബാപ്പക്കും പോറ്റി വളർത്തിയ ഉമ്മക്കും ബാപ്പക്കും മാത്രം സ്ഥാനം കൽപ്പിക്കാത്ത എത്രയോ ദുഷ്ടന്മാർ നമ്മുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം കുടുംബങ്ങളെ മറന്നു പോകുന്ന ആളുകളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന മതപരമായ പ്രവർത്തനങ്ങളോടും അതേ പ്രകാരം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അതേ പ്രകാരം തന്നെ അതിനേക്കാളും പ്രയാസം എന്താണെന്നറിയാമോ? സ്വന്തം ഭാര്യയുടെ കഴുത്തിലുള്ളതും കാതിലുള്ളതും ഒക്കെ തന്നെ അറുത്തെടുത്ത് പണയപ്പെടുത്തിയും വിറ്റിട്ടുമൊക്കെ ഒരു വിസ സമ്പാദിച്ച് ഈ സ്വപ്നഭൂമിയിലെത്തി അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും ഒരു 10 പൈസ കയ്യിൽ വരുന്ന സമയത്ത് ഭാര്യയെ തലാക്ക് ചെല്ലാൻ വേണ്ടി മുതിരുന്ന കശ്മലന്മാർ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിലില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ഭാര്യ അവന് കുഫുവക്കൂല, നിലവിലുള്ള ഭാര്യയുടെ കുടുംബം അവന് കിടയക്കൂല എന്ന സ്വഭാവം. എന്നിട്ടോ തനിക്ക് കുഫയത്തൊരു ഭാര്യ, തനിക്ക് കിടയത്തൊരു കുടുംബത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട താൻ പച്ച പിടിക്കാൻ കാരണക്കാരിയായ പെൺകുട്ടി ആരാണോ ആ പെൺകുട്ടിയെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് വഴിയാധാരമാക്കി കളയുന്ന എത്ര ദുഷ്ടന്മാർ പ്രവാസികളായ നമ്മുടെ കൂട്ടത്തിൽ നിന്നറിയാം. അനുഭവമാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാന്റെ പരീക്ഷണം. പടച്ചോൻ വെറുതെ വിടുമോ ഇത്തരം ആളുകളെ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹു തആല വെറുതെ വിടുമോ ഇത്തരം ആളുകളെ? അപ്പോൾ സൃഷ്ടികളോടും ഈ നന്ദി കേട് നമ്മൾ കാണിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് മാത്രം ഗ്രസിച്ചു കഴിഞ്ഞ ഒരു ദുസ്വഭാവമല്ല, രാഷ്ട്രങ്ങൾക്ക് വരെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രാഷ്ട്രങ്ങൾക്ക് വരെ ഇത് ബാധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അള്ളാഹു നൽകിയ എണ്ണ സമ്പത്ത് കൊണ്ട് കൊഴുത്തു തടിച്ച് മുതലാളിമാരായ പല ഗൾഫ് മേഖലകളിലെ രാജ്യങ്ങളും അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് എന്തൊക്കെ അശ്ലീലതകളാണ് കാട്ടിക്കൂട്ടുന്നത് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ പറയാൻ കഴിയുമല്ലോ. പടച്ച തമ്പുരാൻ നൽകിയ സമ്പത്ത് കൊണ്ടുണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ. 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരെയും നടുക്കുന്ന റിപ്പോർട്ടാണ്, ആരെയും ചിന്തിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ബഹ്റൈനിലുണ്ടായ ഒരു സംഭവം. ബഹ്റൈനിലെ ഇന്റർനെറ്റ് കഫകളിൽ തിരക്ക് കുറഞ്ഞു എന്ന ഹെഡിങ്. ബഹ്റൈനിലെ ഇന്റർനെറ്റ് കഫകളിൽ തിരക്ക് കുറഞ്ഞു എന്ന ഹെഡിങ്. താഴോട്ടങ്ങ് വായിച്ചു നോക്കിയാൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ്. അത് മറ്റൊന്നുമല്ല, ചില സൈറ്റുകൾ അവിടുത്തെ ഗവൺമെന്റ് നിരോധിച്ചു. അതാ കാരണം, തിരക്ക് കുറയാനുള്ള കാരണം. ഏതൊക്കെ സൈറ്റുകളാണെന്നറിയാമോ? അശ്ലീല സൈറ്റുകൾ, ചൂതാട്ട സൈറ്റുകൾ, അശ്ലീല സൈറ്റുകൾ, ചൂതാട്ട സൈറ്റുകൾ, അതേപ്രകാരം ഭാഗ്യക്കുറി സൈറ്റുകൾ. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും മനുഷ്യനെ കുറ്റത്തിൽ ഏർപ്പെടുത്തി കളയുന്ന ചില സൈറ്റുകൾ അവിടെ നിർബാധം ഓടിക്കൊണ്ടിരുന്നു. അത് നിരോധിച്ചപ്പോൾ കഫേകളിലൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞു നാം. അത് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമല്ലേ? എന്തിനാ അറബി രാജ്യങ്ങളിലേക്ക് ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം അതല്ലേ? പടച്ച തമ്പുരാന്റെ അനുഗ്രഹം പറ്റിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞളിയ ഈ സമ്പത്ത്, ഈ സമ്പന്നത നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ദുരുപയോഗം ചെയ്തിട്ട് അശ്ലീലതകൾ വിലക്ക് വാങ്ങുന്ന സമൂഹമാണ്. ഈ സമൂഹത്തെ പടച്ച തമ്പുരാൻ ശിക്ഷിക്കാതിരിക്കുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കും. പടച്ച തമ്പുരാൻ ശിക്ഷിക്കാതിരിക്കുമോ? ഇല്ല സുഹൃത്തുക്കളെ, പടച്ച തമ്പുരാൻ ശിക്ഷിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ആദ്യമായി നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇസ്ലാം നമ്മോട് പറയുന്നു,
സമ്പത്ത് നൽകിയ റബ്ബിനോട് വിനയത്തോടു കൂടി പ്രാർത്ഥിക്കണം. സമ്പത്ത് നൽകിയ റബ്ബിനോട് നാം നന്ദിയുള്ളവരായി മാറണം. സമ്പത്ത് നൽകിയ അള്ളാഹു നമുക്ക് ഏത് കാര്യത്തിന് വേണ്ടിയാണോ സമ്പത്ത് നൽകിയതെങ്കിൽ ആ കാര്യത്തിൽ സമ്പത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. സമ്പത്ത് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമ്പത്ത് കൊണ്ട് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ തീർച്ചയായും ഇസ്ലാം പറയുന്നു ഈ സാമ്പത്തിക മാന്യതക്ക് പരിഹാരമുണ്ടാകും. ഒന്നതാണ്. മറ്റൊരു കാര്യം, പൊങ്ങച്ചം, ദുരഭിമാനം, അവ രണ്ടിന്റെയും സന്തത സഹചാരിയായ ധൂർത്ത്. ഇത് പണക്കാരന്റെ ഗൾഫുകാരന്റെ ദൗർബല്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഗൾഫുകാരൻ പണക്കാരൻ അവന്റെ വർത്തമാനങ്ങളും അതേ പ്രകാരം അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ പാവപ്പെട്ടവന്റെ നെഞ്ച് തകർക്കുന്ന വിധത്തിലാണ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവന്റെ വാഹനങ്ങളിൽ, അവന്റെ വീട് നിർമ്മാണത്തിൽ, അവന്റെ കല്യാണാഘോഷങ്ങളിൽ എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ സർവത്ര മേഖലകളിലും ഇതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് സത്യം. ഇത് ഗൾഫുകാരന്റെ പണത്തിന്റെ കൊഴുപ്പിന്റെ നിദർശന രംഗങ്ങളായി മാറുന്നതായിട്ടാണ് നമുക്ക് നാടുകളിലും മറ്റുള്ള നമ്മളെ ഇവിടെ പ്രവാസ ജീവിതത്തിലും അനുഭവപ്പെടും. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ, ഒരു ഗൾഫുകാരൻ ഇവിടെ വന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ അവൻ 4 ഉറുപ്പിക കൊടുത്തിട്ട് യാത്ര ചെയ്യേണ്ട, ബസ്സിൽ യാത്ര ചെയ്യേണ്ട സ്ഥാനത്ത് 40 ഉറുപ്പിക കൊടുത്തിട്ട് കാറിൽ യാത്ര ചെയ്യുന്നു. ഇതനുഭവമല്ലേ? അവൻ ഗൾഫിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് നിന്ന് യഥേഷ്ടം ബസ് കിട്ടിയ സ്ഥാനം, ആ ബസ്സിൽ കയറിയാൽ 4 ഉറുപ്പിക കൊടുത്തിട്ട് യാത്ര ചെയ്യാവുന്ന ദൂരം, ആ ദൂരത്തേക്ക് ഗൾഫിലെത്തി തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ചേലും സ്വഭാവവും ഒക്കെ മാറുകയാണ്. എന്നിട്ട് അവൻ യാത്ര ചെയ്യുന്നത് 40 ഉറുപ്പിക കൊടുത്തിട്ട് ടാക്സി വിളിച്ചിട്ട്. പോരാ, ചെറുപ്പക്കാരുടെ മറ്റൊരു സ്വഭാവമുണ്ട്, ടാക്സി വിളിക്കല്ലപ്പ ചെയ്യുക. 2 മാസമോ 3 മാസമോ നാട്ടിൽ നിൽക്കുന്നതിന് 10,000-ഉം 20,000-ഉം ഒക്കെ കൊടുത്തിട്ട് വാടകക്കെടുക്കുകയാണ് കാറ്. എന്നിട്ടാണ് യാത്ര. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ റബ്ബ് നൽകിയ സമ്പത്ത്, റബ്ബ് നൽകിയ പണം നാം അധ്വാനിച്ചിട്ടാണെങ്കിലും റബ്ബിന്റെ തൗഫീക്ക് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അതുകൊണ്ട് അത് ദൂർത്തടിക്കാനുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. അത് പൊങ്കച്ചത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറയണോ? ഗൾഫുകാരന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിലെ വലിയൊരു ഉത്സവമായി മാറുന്നു എന്നതാണ് അവസ്ഥ. അതേ സമയത്ത് ഗൾഫ് കല്യാണത്തിന് ക്ഷണിക്കപ്പെടേണ്ടവർ പാടെ വിസ്മരിക്കപ്പെടുന്നു. കല്യാണത്തിന് ക്ഷണിക്കപ്പെടേണ്ടവർ പാടെ വിസ്മരിക്കപ്പെടുന്നു. സ്വന്തം അയൽവാസികൾ വിസ്മരിക്കപ്പെടുന്നു, സ്വന്തം കുടുംബക്കാർ വിസ്മരിക്കപ്പെടുന്നു. പണക്കാരൻ്റെയും അതേ പ്രകാരം തന്നെ നാട്ടിലെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ആളുകളുടെയും ഒക്കെ തന്നെ ഒരു വ്യവഹാര രംഗമായിട്ട് ആ കല്യാണം അതപ്പതിച്ചു പോകുന്നു. ഇത് സംഭവിക്കാറുള്ള കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യാന്നറിയാമോ? പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, എന്നാണ്. വലീമത്തിന്റെ ഭക്ഷണം എത്ര മോശപ്പെട്ട ഭക്ഷണമാണെന്നാണ് റസൂലുള്ളാഹി ചോദിച്ചത്. വലീമത്തിന്റെ ഭക്ഷണം എത്ര മോശപ്പെട്ട ഭക്ഷണം റസൂലുള്ളാഹി പറഞ്ഞത്. ആ സമയത്ത് എന്താ അതിന്റെ കാരണം? അത് മോശപ്പെട്ട ഭക്ഷണമാണ് എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ തന്നെ. എന്താ റസൂലുള്ളാഹി പറയുന്നത് അറിയാമോ? ആ വലീമത്തിന് വരാൻ തയ്യാറുള്ള ആളുകളെ അതിൽ നിന്ന് തടയപ്പെടുക. ഒരു നേരത്തെ നല്ല ആഹാരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ ആ കല്യാണത്തിൽ നിന്ന് തടയപ്പെടുന്നു എന്നാ പറയുന്നത്. ക്ഷണിക്കപ്പെടാതെ പോകുന്നു, അവഗണിക്കപ്പെടുന്നു. അതേ സന്ദർഭത്തിൽ ആ കല്യാണത്തിന് വരാൻ വിസമ്മതിക്കുന്ന ആളുകളെ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. ഇതാ റസൂലുള്ളാഹി അതിന് കാരണമായി പറഞ്ഞത്. വളരെ ശരിയല്ലേ? ഗൾഫുകാരന്റെ കല്യാണം അങ്ങനെയാ. ഗൾഫുകാരൻ കല്യാണം കഴിക്കാനും മകളെ കെട്ടിക്കാനും മകന്റെ കല്യാണമാണ്. അവിടെ സ്വന്തം അയൽവാസിയെ വിസ്മരിക്കപ്പെടുന്നു, കുടുംബക്കാർ മറക്കപ്പെടുന്നു. എന്നിട്ട് ക്ഷണിക്കുന്നത് ആരെ? അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ കലക്ടർമാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ.
തന്നെയുമല്ല അവിടുത്തെ പണക്കാരായി തനിക്ക് കടയൊക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ തനിക്ക് കടയൊക്കുന്ന ആളുകളെ മാത്രം ക്ഷണിക്കുകയും വേണ്ടപ്പെട്ടവരെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമില്ലേ? എന്താ അവൻ ചിന്തിക്കുന്നറിയാമോ? ഞാൻ ഗൾഫുകാരനാണ്, വലിയ വലിയ വില പിടിച്ച ലക്ഷക്കണക്ക് ഉറുപ്പിക വിലയുള്ള കാറിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ. എൻ്റെ കല്യാണത്തിന് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അതേ വിലയുള്ള കാറുകളുടെ നിര കാണണം, ജനങ്ങൾ നട്ടണം. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇതാണ് മനുഷ്യന്റെ മിഥ്യാബോധം. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അധപ്പതിപ്പിക്കുന്ന ഒരു സ്വഭാവമാണെന്ന് ആലോചിക്കും. പടച്ചവന്റെ പരീക്ഷണം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് അത് നിർത്തണം. ധൂർത്താണ്, എവിടെയും ധൂർത്താണ്. വീടിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ട് 4 പണം കിട്ടുമ്പോഴേക്ക് ഒരു വീടുണ്ടാക്കുക, ഇതിൽ കവിഞ്ഞ് യാതൊരു ചിന്തയും ഗൾഫുകാരനില്ലാത്തൊരവസ്ഥ. ഇതല്ലേ നമ്മുടെയൊക്കെ സ്വഭാവം? ഒരു വീടുണ്ടാക്കുക, ആ വീട് തന്നെ അവിടെ വീടിൻ്റെ മത്സരമാണ്. നമ്മുടെ കേരളത്തിൽ വീടിൻ്റെ മത്സരമാണ്. ഒരാൾ 2 തട്ട് വീടുണ്ടാക്കിയിട്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 3 തട്ട് വീട്, അത് കണ്ടാൽ പിന്നെ 4 തട്ട് വീട്. പിന്നെ എങ്ങോട്ട് എത്തിക്കണം എന്നറിയാതെ മനുഷ്യന്മാർ പ്രയാസപ്പെടുകയാണ്. എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, എന്ത് കോലമായിരിക്കണം എന്ന് ചിന്തിക്കാൻ കഴിയാതെ മനുഷ്യൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ചെറ്റക്കുടിൽ പോലും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ കവലകളിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന, പീഡിക കൊലായിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന, ഏതെങ്കിലുമൊക്കെ പാലത്തിന്റെ ചുവട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന പാവപ്പെട്ട എത്രയെത്ര മനുഷ്യന്മാരുണ്ട് എന്ന ചിന്ത പോലും വീട് കൊണ്ട് അഹങ്കാരം നടിക്കുന്ന ഈ മനുഷ്യന്മാർക്കുണ്ടാകാറില്ല. നാം ആലോചിക്ക്, അവർക്ക് നൽകേണ്ട വീതവും പടച്ച തമ്പുരാൻ നമ്മുടെ കയ്യിലൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഈ സ്വഭാവം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധ്യമല്ല. ഞാനൊക്കെ കാര്യങ്ങളൊക്കെ ചുരുക്കി പറയുകയാണ് സഹോദരന്മാർ. പിന്നെ നമ്മെ ഗ്രസിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളൊക്കെ നാട്ടിൽ നിന്ന് എന്ത് പണിയെടുക്കാൻ തയ്യാറാണ്, ഉപജീവനത്തിന് വേണ്ടി എന്ത് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ശരിയാണോ? വേണം, അങ്ങനെ തന്നെ വേണം. അധ്വാനിക്കണം. അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു മനുഷ്യൻ ഏറ്റവും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടു. അധ്വാനിക്കുക തന്നെ വേണം. അങ്ങനെ നമ്മൾ ഗൾഫിൽ വന്നിട്ട് 1-2 കൊല്ലം നിന്നിട്ട് അങ്ങ് തിരിച്ചു ചെന്നാൽ പിന്നെ നമ്മുടെ സ്വഭാവം മാറുകയാണ്. പിന്നെ നമ്മൾ അതുവരെ എടുത്ത ജോലി തന്നെ മറന്നു കളയാം. പിന്നെ ജോലി എടുക്കാൻ നമ്മളെ കിട്ടൂല. പിന്നെ പാൻറ്റിട്ട്, സൂട്ടിട്ട്, ടൈ കെട്ടി, ഷൂട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന സ്വഭാവം മനുഷ്യനുള്ളത്. പിന്നെ അവിടെ പോയാൽ അവൻ്റെ ആദ്യത്തെ ജോലി മറന്നു പോവുക. ജോലി ധാരാളമുണ്ട്, പക്ഷേ ഇവിടെ പട്ടിണി കിടന്നാലും തിരക്കടില്ല. ആ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ ഗൾഫുകാരൻ മടിക്കുന്നു എന്നതാണ് വസ്തുത. അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കരുതണം, പ്രത്യേകിച്ച് പ്രവാസികൾ കരുതണം. ജീവിതത്തിനൊരടുക്കും ചിട്ടയും വേണം. നമ്മുടെ ചെലവ്, നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് ചില പ്ലാനുകളും അതേപ്രകാരം പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. വളരെ കരുതിക്കൊണ്ട് മാത്രം ചെലവഴിക്കുന്ന ഒരവസ്ഥ നമുക്കില്ല എങ്കിൽ നാം അവിടെ ചെന്നിട്ട് മേലോട്ട് നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയാണ് സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയാമോ? മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അമലി യദിഹി. ഒരു മനുഷ്യനും തന്നെ സ്വന്തം കൈകളെ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ഫലമില്ലേ, അതിനേക്കാളും ഉത്തമമായ ഒരു ഭക്ഷണം അകത്താക്കിയിട്ടില്ല. നമ്മൾ ഭക്ഷിക്കുന്ന ഏറ്റവും ഹൈറായ ഭക്ഷണം സ്വന്തം കൈകളെ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ഫലമാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. അപ്പോൾ അധ്വാനിക്കണം. മാന്യമായ ജോലി എവിടെയാണ്? അത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മാന്യമായ ജോലി കിട്ടിയാൽ അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായേ തീരും. അതില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. ഗൾഫുകാരനാ, ഇനി എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ മടിച്ച് നടക്കണം, ആവിട്ട് നടക്കുക ചില മനുഷ്യന്മാർ നാട്ടിലങ്ങോട്ട് വന്നിട്ടേ. നിങ്ങൾ ആലോചിക്കണം, ആവിട്ട് നടക്കുകയാണ്, നേരം കൊല്ലുകയാണ്. ജോലി അവൻ്റെ മുമ്പിലുണ്ട്, ജോലി തരാമെന്ന് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത എത്രയോ വിഡ്ഢികളായ അഹംഭാവികളെ കാണാൻ കഴിയുന്നു. ഈ സ്വഭാവം മാറ്റേണ്ടതുണ്ട്. എവിടെയാണെങ്കിലും അധ്വാനിക്കുക. അധ്വാനത്തിൻ്റെ വലിയ മഹത്വമാണ് ഇസ്ലാം കൽപ്പിച്ചത് നാം മനസ്സിലാക്കുക. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അധ്വാനിക്കുന്നവരായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ഹദീസിന്റെ തൊട്ട് പിന്നിൽ തന്നെ റസൂലുള്ളാഹി പറയുന്നു, ഫഇന്ന ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ഫലമായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതേ പ്രകാരം പ്രവാചകന്മാരൊക്കെ തന്നെ ആടുമേയിച്ചിരുന്നു എന്ന് കാണുന്നു. പ്രവാചകന്മാരൊക്കെ ആടുമേയിക്കുന്നവരായിരുന്നു.
മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ആടുമേയിച്ചു, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേയിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തി. അതേ പ്രകാരം പ്രവാചകൻ പല നിലക്കും ന്യായമായ അധ്വാനങ്ങൾ നടത്തി കുടുംബം പുലർത്തി എന്നൊക്കെ ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള കാര്യം. നാം മനസ്സിലാക്കുക സഹോദരന്മാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയാമോ? ദാരിദ്ര്യം ഞാൻ നിങ്ങളെ പേടിക്കുന്നില്ല, നിങ്ങളുടെ മേൽ ദാരിദ്ര്യമല്ല ഞാൻ പേടിക്കുന്നത്, അതേ സമയത്ത് സമ്പന്നതയാണ് പേടിക്കുന്നതെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. സമ്പന്നതയാണ് ഞാൻ പേടിക്കുന്നത്. മൽ ഫഖ്റ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലല്ലദീന മിൻ ഖബ്ലിക്കും ഫതനാഫസുഹാ കമാ തനാഫസുഹാ ഫഅഹ്ലകതുഹും കമാ അഹ്ലകതുഹും. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വചനമാണ്. എന്താ റസൂലുള്ളാഹി പറയുന്നത്? മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, എൻ്റെ സമുദായമേ ദാരിദ്ര്യമല്ല നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത് എന്നാണ്. ദാരിദ്ര്യം വന്നോട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് പേടിയായി എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് വലാകിൻ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ എനിക്കുള്ള പേടി അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഈ ദുന്യാവ് വിശാലമാക്കപ്പെട്ടതുപോലെ എൻ്റെ സമുദായമേ നിങ്ങൾക്കും ഈ ദുന്യാവ് വിശാലമാക്കപ്പെട്ടേക്കുമോ, അതാണ് എൻ്റെ പേടിയെന്ന. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? തനാഫസുഹാ കമാ തനാഫസുഹാ. എന്നിട്ട് ആ ദുന്യാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ മത്സരിക്കും, അവർ മത്സരിച്ചതുപോലെ. ശരിയല്ലേ? ദുന്യാവ് ഏറിയാൽ പിന്നെ മത്സരായി, എല്ലായിടത്തും മത്സരായി. ഒരു സ്ഥാപനം തന്നെ നിങ്ങൾ എടുക്ക്, ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കഴിയുന്ന ഒരു സ്ഥാപനം കുറച്ചൊക്കെ പച്ച പിടിച്ച് വളർന്ന് അതിൽ കുറച്ചൊക്കെ തരക്കേടില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നെ അവിടെ തല്ലുംപുടിയായി, പിന്നെ മത്സരായി, പിന്നെ സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹമായി, കടിപിടിയായി ഈ രംഗത്തുള്ള മത്സരങ്ങൾ. ഇതുപോലെ എത്രയെത്ര അവസ്ഥകൾ നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കും, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലെ റസൂലുള്ളാഹി പറയുന്നതാണ്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, അവരതിനു വേണ്ടി മത്സരിച്ചതുപോലെ എൻ്റെ സമുദായമേ നിങ്ങളും മത്സരിക്കും. എന്നിട്ട് അതിൻ്റെ അവസാന ഫലം എന്താണെന്നറിയാമോ? അതവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും അത് നശിപ്പിക്കും. അവരത് നശിപ്പിച്ചു, നിങ്ങളെയും നശിപ്പിച്ചു. സമ്പത്തിനോടുള്ള ഭ്രമം, സമ്പത്തിനോടുള്ള അത്യാർത്തി, അവരെ നശിപ്പിച്ചു. അതേ പ്രകാരം എൻ്റെ സമുദായമേ നിങ്ങളെയും നശിപ്പിക്കും. അതാണ് ഇനി ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. വളരെ കരുതണം. ഏത് സംഘടനയാവട്ടെ, പ്രസ്ഥാനമാവട്ടെ, അതേ പ്രകാരം സ്ഥാപനങ്ങളാവട്ടെ, അവിടെയൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നത് ഇതാണ്: ഒരു ഉറുപ്പിക ചെലവ് വരുന്നിടത്ത് 99 പൈസ കയ്യിലുണ്ടാകാൻ പാടുള്ളൂ. ഒരു പൈസക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടണം. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഒരു പ്രസ്ഥാനത്തിനുള്ളതെങ്കിൽ, ഒരു സംഘടനയ്ക്കുള്ളതെങ്കിൽ, ഒരു സ്ഥാപനത്തിനുള്ളതെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് വളരെ സുഗമമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരലോസറും എവിടെയും ഉണ്ടാവുകയില്ല. ആരും അധികാരത്തിന് വേണ്ടി മുന്നോട്ട് വരികയില്ല. ആർക്കും അധികാരം വേണ്ടതില്ല. വെച്ച് കെട്ടിയാൽ പോലും അധികാരം സ്വീകരിക്കാതെ പിന്നോട്ട് മാറിക്കളയുന്ന ഒരു സ്വഭാവമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ് നാം ആലോചിക്കുക. അതുകൊണ്ട് എൻ്റെ സമുദായമേ നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യമല്ല പേടിക്കുന്നത്, സമ്പന്നതയാണ് പേടിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചു എങ്കിൽ സഹോദരന്മാരെ, അത് അനുഭവമാണ്, നമ്മുടെയൊക്കെ അനുഭവമാണ്. നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ സഹാബത്തുമൊക്കെ എത്രമാത്രം കഷ്ടതയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. നാം ആത്യന്തികമായി ഒരു കാര്യം മനസ്സിലാക്കണം: ഈ നിലക്കുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാവും. സാമ്പത്തിക മാന്ദ്യം എന്ന് നമ്മൾ പറയുന്നു, സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ്. എന്തിനാ പടച്ചോൻ ഇതൊക്കെ പരീക്ഷിക്കുന്നറിയാമോ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരൊറ്റ ആയത്ത്, ആദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് വളരെ മനസ്സിരുത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്താ ഖുർആൻ പറയുന്നത്? ഫലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഫലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ ചെറിയ ശിക്ഷകളെ നാം അവരെ ആസ്വദിപ്പിക്കും, അനുഭവിക്കും എന്നാണ്. ഈ ദുനിയാവിൽ ചെറിയ ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. അല്ലാഹു തആല പറയാം, ദുനിയാവിൽ ചെറിയ ചെറിയ ശിക്ഷകൾ നാം അനുഭവിപ്പിക്കും. എന്തിനറിയാമോ? ദൂനൽ അദാബിൽ അക്ബർ, പരലോകത്ത് വരാനിരിക്കുന്ന ഭയങ്കരമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയ്ക്ക് മുമ്പായി ദുനിയാവിൽ വെച്ച് ചെറിയ ചെറിയ ശിക്ഷകൾ, സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക പ്രതിസന്ധി, രോഗം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഈ നിലക്കുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ നാം നൽകുക തന്നെ ചെയ്യും.
എന്തിനാ ലഅല്ലഹും യർജിഊൻ, അവരുടെ ദുഷ്ടതകളിൽ നിന്ന് അവർ തിരിച്ചു വരാൻ വേണ്ടി. പടച്ചോൻ ചില ചൊട്ടുകളൊക്കെ തരും, അള്ളാഹു ചില ചൊട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുശ്ശീലങ്ങളിൽ നിന്ന് നല്ലതിലേക്ക് മനുഷ്യൻ തിരിച്ചു വരാൻ വേണ്ടി എന്നാ അള്ളാഹു തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകും, നമ്മൾ ഓർക്കുക ഇതെന്തോ ഒരു എന്നിൽ വന്നിരിക്കുന്ന എന്തോ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ് റബ്ബ് നൽകിയത്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വിലയിരുത്തണം, നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം, എന്തെങ്കിലും ഒക്കെ ചെയ്തി എനിക്ക് വന്നു പോയിട്ടുണ്ടോ? അതിൻ്റെ ഫലമായിട്ടാണോ റബ്ബ് ഈ സന്ദർഭത്തിൽ എന്നെ പരീക്ഷിച്ചത് എന്ന് ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോയാൽ നമുക്കൊരു പക്ഷേ ഈ നമ്മുടെ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് നമുക്കത് കണ്ടുമുട്ടാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയിട്ട് അത്തരം ഒരു ചെയ്തിയിലേക്ക് വീണ്ടും മടങ്ങാതിരിക്കാൻ ഒരു അവസ്ഥ, മാനസികമായ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാ ഖുർആൻ പറഞ്ഞ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി. അതേ സമയത്ത് ഖുർആൻ വേറൊരായത്ത് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി കൂട്ടത്തിൽ നിങ്ങൾ വായിക്കണം. വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജൂ ഫീമാ കാനൂ യഅമലൂൻ. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞതാണ്, മനുഷ്യന്മാർക്ക് നമ്മൾ അനുഗ്രഹം നൽകി, എന്നിട്ട് അവർക്ക് ബാധിക്കുന്ന
യഥാർത്ഥത്തിൽ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഖൈറായി മാറും. അതേ സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ സബറ, അവൻ ക്ഷമിക്കും എന്നാ പറയുന്നത്. അവൾ ആത്മഹത്യക്ക് മുതിരല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം തന്നെ ലോകത്ത് ഈ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ചില മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ തന്നെ പത്രദ്വാര നിങ്ങൾ മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ് ഇത് വരുന്നത്? വിശ്വാസമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. വിശ്വാസമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഖൈറും ഷർറും പടച്ച റബ്ബിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ് എന്ന മനുഷ്യന്റെ കഥയിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ദുർബലത നേരിടുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യക്ക് മുതിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ മനുഷ്യന് കഴിയണം. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹുവിൽ നിന്നാണ് ഈ ഷർ എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിനോട് വിനയത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദുരിതം നീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ, കഴിവതും പ്രവർത്തിക്കുക എന്നല്ലാതെ ആത്മഹത്യ ഒരിക്കലും തന്നെ അതിന് പരിഹാരമല്ല എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. സബറ, ക്ഷമിക്കാൻ കഴിയണം. ഫകാന ഖൈറൻ ലഹു, അങ്ങനെയാണെങ്കിൽ അതും അവന് ഖൈറാക്കി മാറ്റാൻ കഴിയും. ഈ നിലക്കുള്ള കുറച്ച് നുറുങ്ങ് ചിന്തകൾ മാത്രം സഹോദരന്മാരെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇട്ടു തന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം നിങ്ങളെ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ പരിമിതമായ സമയമാണല്ലോ, വിശാലമായി സംസാരിക്കാൻ നമുക്ക് സന്ദർഭമില്ല. സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അവനെ ഓർത്തുകൊണ്ടും വിനയാന്വിതരായി അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അവന് നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകം പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മാതാവ് മെഡിക്കൽ കോളേജിൽ ഹാർട്ട് ഓപ്പറേഷന് വിധേയയായി കിടക്കുകയാണ് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് മകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ്. ഇത് ദീനിൻ്റെ സദസ്സാണ്. റബ്ബിൻ്റെ മലക്കുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. നമ്മളെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമല്ല ആമീൻ ചൊല്ലുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും ആമീൻ ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് മനസ്സറിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ മാതാവ് ഓപ്പറേഷന് വിധേയമായി കിടക്കുന്നു. റഹ്മാനായ നാഥ, ആ മാതാവിന് അവരുടെ സുഖക്കേട് പൂർണ്ണമായും സുഖപ്പെടുത്തി ആരോഗ്യത്തോടു കൂടി ഇനിയും ആ കുടുംബത്തിൽ നന്നായി ജീവിക്കാനൊരവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കണമേ നാഥ. അവരുടെ കുടുംബത്തിന് അവരുടെ ആ രോഗം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് കൊടുക്കണമേ നാഥ. അതേ പ്രകാരം സഹോദരന്മാരെ, വളരെ വ്യസനകരമായൊരു കാര്യം ഞാൻ അറിയിക്കട്ടെ. പുത്തൂർ പള്ളിക്കൽ കുഞ്ഞാലൻകുട്ടി മദനിയെ അറിയാത്തവർ വളരെ കുറച്ചാളുകൾ, അദ്ദേഹത്തുമായി പരിചയമുള്ള ആളുകൾ ഈ സദസ്സിൽ ഒരുപാടുണ്ട്. അങ്ങ് നമ്മുടെ കേരളത്തിൽ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു സജീവ ഭാരവാഹിയാണ് അദ്ദേഹം. സജീവമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം നല്ല പ്രവർത്തകനായിരുന്നു. നമ്മുടെ പരിപാടികൾ എവിടെയുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയും മുന്നിൽ വന്നുകൊണ്ടിരുന്ന് കേൾക്കുകയും എല്ലാ നിലക്കും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം മിനിയാന്ന് 2 ദിവസം അപ്പുറം രാത്രി കിടന്നുറങ്ങി തഹജ്ജുദ് എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങി. വീണ്ടും സുബഹി ബാങ്ക് കൊടുത്ത് ബാങ്ക് കേട്ടിട്ട് അദ്ദേഹം ഉണരാത്തത് കണ്ടപ്പോൾ, സാധാരണ ഉണരുന്ന മനുഷ്യനാണ്, കൃത്യമായി സുബഹിക്ക് പള്ളിയിലെത്തുന്ന മനുഷ്യനാണ്, ഉണരാത്തത് കണ്ടപ്പോൾ ഭാര്യ ചെന്ന് വിളിച്ചുണർത്തി നോക്കിയപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത, മരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ സഹോദരൻ അബ്ദുൽ കരീം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളോ പോരായ്മകളോ എവിടെ വെച്ചെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മരണം മൂലം വന്നിട്ടുള്ള നഷ്ടം നീ നികത്തി കൊടുക്കണമേ നാഥ. റഹ്മാനായ നാഥ, അവിടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്കെല്ലാം നീ പുറത്തു തരണമേ.
ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട് നല്ല നിലക്ക് നിന്നെ ഓർത്തുകൊണ്ട് നിനക്ക് നന്ദിയുള്ള അടിമകളായി നിൻ്റെ വിനയാന്യതരായ ദാസന്മാരായി ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. ഞങ്ങളുടെ ഉമ്മവാപ്പാമാർക്കും ഞങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ പലജാതി വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ എന്താണെന്ന് നേർക്കുനേരെ അറിയുന്നവനാണല്ലോ നീ. എല്ലാവരും ദൂരീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൈറും ആഫിയത്തും മനസ്സമാധാനവും ഈ ലോകത്ത് നീ പ്രദാനം ചെയ്യണമേ. അവസാനം ഞങ്ങളെയൊക്കെ ഈമാനോട് കൂടി മരിപ്പിക്കണമേ നാഥ. മരണസന്ദർഭത്തിൽ നിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ്യ എന്നിങ്ങനെയുള്ള സാന്ത്വന വാക്കുകൾ കേട്ടുകൊണ്ട് മരിക്കുന്ന സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.